ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ആദ്യമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വേങ്ങാശ്ശേരി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നയിക്കും. ആമീൻ. സ്വർഗത്തിലുള്ളനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും അരുത്, എന്നാൽ ദുഷ്ടനെ ഞങ്ങൾ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിൻ്റെ പുത്രൻ്റെ ജനനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് ഉണ്ടായിരിക്കണമേ. നീ ചരിത്രത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചുള്ളവനാകുന്നു. കർത്താവ് ഉത്തരവാദിത്വബോധത്തോടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിൻ്റെ സഭയുടെ മക്കളുടെ പ്രവർത്തനങ്ങൾ സഭയിലായാലും സമൂഹത്തിലായാലും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ നീ കരുതിയതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. നൂറ്റാണ്ടുകളോളം ഞങ്ങൾ കരുതി പരിപാലിച്ച് നിന്റെ ദൗത്യം നിറവേറ്റുവാനുള്ള മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ. ആ വിളിക്ക് അനുസൃതമായിട്ട് ഞങ്ങൾ ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പുത്രൻ്റെ ജനനത്തിൻ്റെ ആ സന്തോഷം പങ്കിടുന്ന വേളയിൽ ഞങ്ങളും നിൻ്റെ പുത്രൻ എടുത്ത ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം, അതുപോലെ ആയിത്തീരുവാൻ തക്കവണ്ണം ഞങ്ങളെയും തുണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ നീ കാത്തു പരിപാലിക്കണമേ. സഭയിലെ ഇടയന്മാരെ അനുഗ്രഹിക്കണമേ. സഭയെ നയിക്കുവാനും ശക്തീകരിക്കുവാനുള്ള അനുഗ്രഹം അവരുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഭാവ തിരുമേനിയെയും അതുപോലെ തന്നെ മെത്രാപോൽ തിരുമേനിയെയും അതുപോലെ തിരുമേനും മറ്റെല്ലാ തിരുമേനിമാരെയും നീ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ തിരുസന്നിധി സമർപ്പിക്കുന്നു. ഈ ദിവസത്തിന് നന്മ അനുഭവിക്കാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. നിന്റെ പുത്രൻ്റെ നാമത്തെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ. ജനറൽ സെക്രട്ടറി എന്താണ് അതുപ്രകാരം ചെയ്യണം എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ദേശീയ മെൻസ് അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടുള്ള ആൻ്റോണി ഒല്ലുകാരനാണ്. കാരണം ആദ്യത്തെ സമ്മേളനം കൊച്ചിയിൽ അതിഗംഭീരമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. രണ്ടാമത്തെ സമ്മേളനം ഗോവയിൽ വെച്ച് നടത്താൻ വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിരിക്കുന്ന വേളയിലാണ് ഈ കോവിഡ് എന്ന മഹാമാരി ഇവിടെ എത്തിപ്പെടുന്നത്. ട്രെയിൻ ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്ത് റൂമുകളെല്ലാം ബുക്ക് ചെയ്തിട്ടും നടക്കാതെ പോയ ഒരു വലിയൊരു സമ്മേളനം. ഈ ആയതിൻ്റെ ഒക്കെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ജനറൽ സെക്രട്ടറി ആൻ്റോണി ഒല്ലുകാരനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സദസ്സിന് വന്ദനം. സാമൂഹ്യ രംഗത്ത് സ്വീകാര്യത വാങ്ങുകയും ജനമനസ്സുകളിൽ വിശ്വാസത നട്ടുവളർത്തുകയും ചെയ്ത നമ്മുടെ വിശ്വാസികളായ ജനപ്രതിനിധികളാണ് ഇന്നിവിടെ നാം അനുമോദിക്കുന്ന സദസ്സ്. ദൈവകൃപയാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ പ്രവർത്തനങ്ങൾക്കും കരുത്തും ഊർജവും ഭാവി കാലത്ത് അവർക്ക് ഉണ്ടാകാൻ തക്കവണ്ണം കൃപ നൽകുന്നതിനും അവരോട് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമാണ് മെൻസ് അസോസിയേഷൻ്റെ വിഷൻ 2050 ഭാഗമായി നാം ഇന്ന് അനുമോദന യോഗം സദസ്സ് സംഘടിപ്പിച്ചത്. ആ പ്രസ്ഥാനം വളർത്തുവാൻ വിഷൻ 2050 അത് സഭയുടെ ഉന്നമനത്തിനും സഭയുടെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്.
അതിൻ്റെ പ്രവർത്തന ഭാഗമായി നമ്മുടെ ജില്ലയിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ജയിച്ച 4 പേരെയാണ് നാം ഇവിടെ അനുമോദിക്കുന്നത്. ദൈവകൃപയാൽ കഴിഞ്ഞുപോയ വസന്തങ്ങൾ വീണ്ടെടുക്കുവാൻ ഒരു അവസരം ഈ കാലഘട്ടത്തിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ, ഈ ഭരണകാലഘട്ടത്തിൽ നമ്മുടെ സഭയിൽ നിന്ന് ഡെപ്യൂട്ടി മേയർ ശ്രീമതി ഷീബ ബാബുവിന് അവസരം ലഭിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്വാഗതം ആശംസിക്കാൻ എത്തിയിരിക്കുന്നത്. ഈ സമ്മേളനം അതിന് അവർക്ക് പിന്തുണയും ദൈവം സൈന്യങ്ങളുടെ യഹോവയുടെ കൃപയുടെ തണലിൽ അതിനുള്ള പാത ഒരുക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മെൻസ് അസോസിയേഷൻ്റെ രക്ഷാധികാരിയും സഭയുടെ മേലധ്യക്ഷനുമായ അഭിവന്യ ഡോക്ടർ മാറപ്ര മെത്രാപ്പോലീത്തയെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സമ്മേളനത്തിൽ അനുമോദനം വാങ്ങാനെത്തിയ കൗൺസിലർമാരെ അനുമോദിക്കുന്നതിന് നമ്മുടെ സഭയുടെ അഭിവന്യ മാർ ഓഗ്യൻ എപ്പിസ്കോപ്പ തിരുമേനിയെ അനുമോദന സന്ദേശം നൽകുന്നതിനായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. വിശിഷ്യ മെൻസ് അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന റവറൻ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. സഭയുടെ കണ്ണും കാതുമായ സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ ശ്രീ CL ടെന്നി ആശംസകൾക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിനെ ധന്യമാക്കുന്ന 4 പേരുണ്ട് ഇവിടെ. തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷീബ ബാബുവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നടത്തറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീത ഗിഫ്റ്റിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ശ്രീ ജിനോ ചെറിയാനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പട്ടിക്കാട് മാർ തോമസ് ലീഗ പള്ളിയുടെ ഭാഗമായ ആനി ജോയിയെ ഈ യോഗത്തിലേക്ക്, പാണഞ്ചേരി പഞ്ചായത്ത് മെമ്പറാണ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഈ സമ്മേളനം അതിൻ്റെ ധന്യതയിലെത്തിക്കുന്നതിന് എത്തിച്ചേർന്ന വികാരി ജനറൽമാർ, ക്ലർജി കൗൺസിൽ സെക്രട്ടറി, നവ്യവൈദികർ, സഭയുടെ നട്ടെല്ലായ ഭക്തസംഘടനകളുടെ ജനസെക്രട്ടറിമാർ, വിവിധ ഭക്തസംഘടനാ പ്രതിനിധികൾ, മുൻ ട്രസ്റ്റീസ് ചെയർമാൻമാർ, മുൻ മെൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾ, ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികൾ, എൻ്റെ സഹപ്രവർത്തകരായ മെൻസ് അസോസിയേഷൻ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഇടവക സെക്രട്ടറിമാർ, വൈസ് ചെയർമാൻമാർ എന്നിവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സദസ്സ് അനുഗ്രഹീതപ്രദമാക്കുവാൻ നമ്മോടൊപ്പം ഈ സദസ്സിൽ ദൈവ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഉപസംഹരിച്ചും കൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം. താങ്ക് യു ആൻഡേട്ടാ. അടുത്തായി ഉദ്ഘാടനമാണ്. അച്ഛൻ പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ദേശീയ മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് വാങ്ങാശ്ശേരി അച്ഛനെ ക്ഷണിച്ചോളും. അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനി, അഭിവന്യ ഔഗിൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പ തിരുമേനി, അതുപോലെ ക്ലർജി കൗൺസിൽ സെക്രട്ടറി, ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ, അതുപോലെ അംഗങ്ങൾ, അതുപോലെ മുൻ കേന്ദ്ര ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാന്മാരും അംഗങ്ങളുമായിട്ടുള്ളവരെ, അതുപോലെ വൈദികരെ,
മെൻസ് സംഘടനയുടെയും അതുപോലെ തന്നെ മറ്റ് സഭയുടെ സംഘടനകളിൽ ജനറൽ സെക്രട്ടറിമാർ, മെൻസ് സംഘടനയിലെ അംഗങ്ങൾ, ഇന്ന് നമ്മുടെ പ്രത്യേക അതിഥികളായിട്ട് വന്നിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലർ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലെ അംഗങ്ങൾ എല്ലാവരുമായുള്ളവർ, ഇന്ന് നമുക്കൊരു ഓർമ്മിക്കുവാനായിട്ടൊരു നല്ല ദിനമാണ്. കർത്താവിൻ്റെ ജനനം എന്ന് പറയുന്നത് നല്ല ഓർമ്മയുടെ, സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ആ സന്തോഷം പങ്കിടുന്നതിന് ഇന്ന് കൂടി വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അനുമോദിക്കുവാനുള്ളത്, നമ്മുടെ സഭയിൽ നിന്ന് 4 പേര് ഈ വർഷം കൗൺസിലറായും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് വലിയൊരു സന്തോഷത്തിനുള്ള വാർത്തയാണ്. ഒരുപക്ഷെ ഇത്രയും അധികം പേര് ഒരു സമയത്ത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായി കാണുകയില്ല. വളരെ ഈ പ്രതിസന്ധി നിറഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ മുൻകാലങ്ങളിലെ പോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട്, ആത്മസംതൃപ്തിയോടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കാത്തൊരു സമയത്ത് ഒരു ജയം ലഭിക്കുക എന്നുള്ളത് ജനസ്വീകാര്യത്തിൻ്റെ ഒരു വലിയ ഒരു ലക്ഷണമാണ്. സഭ എന്ന് പറയുന്നത് അതിനൊരു പാരമ്പര്യമുണ്ട്. ആ സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ വേദപുസ്തകം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ സമൂഹവും മതവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിട്ടുള്ളത്. എപ്പോഴും സമൂഹത്തിൻ്റെ വഴികൾ പിഴച്ചു പോകുമ്പോൾ, വഴി തെറ്റിപ്പോകുന്ന സമയത്ത് സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണ് മതത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഔദ്യോഗിക മതത്തിൻ്റെ അല്ലെങ്കിലും പ്രവാചകന്മാരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോൾ സമൂഹം വഴിതെറ്റിപ്പോകുന്നുവോ, ദൈവത്തിൻ്റെ വഴിതെറ്റിപ്പോകുന്നുവോ അതിനെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ള ആളുകളാണ് പ്രവാചകന്മാർ. അവരുടെ സന്ദേശമാണ് വാസ്തവത്തിൽ ഇന്ന് പഴയ നിയമത്തിൽ ഒരുപക്ഷെ നല്ല ഒരു സംഖ്യയായിട്ട്, നല്ലൊരു ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആവർത്തന പുസ്തകമാണ് വാസ്തവത്തിൽ പഴയ നിയമത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പുസ്തകമെന്ന് പറയുന്നത്. അവിടെയും ഈ പ്രവാചക സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഭരിക്കുന്നവരെ ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ നയിക്കണം, അത് നടക്കണം എന്നുള്ള ആ സന്ദേശം നൽകിക്കൊണ്ടാണ് ആ പുസ്തകം മുന്നോട്ട് പോകുന്നത്. പുതിയ നിയമത്തിലായാലും നമ്മൾ നോക്കുകയാണ്, പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ചരിത്രത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. സമൂഹവും ചരിത്രവും രാജ്യവും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നോടിയായിട്ട് ആ പേര് ചാർത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ തിയോഫിലോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വ്യക്തിക്ക് എഴുതുന്ന സുവിശേഷമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. സമൂഹവും സഭയും, സമൂഹവും മതവും തമ്മിൽ ആദ്യകാലങ്ങളിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. സഭയുടെ കാര്യത്തിലായാൽ സമൂഹത്തിൽ നിന്ന് മാറി നിന്നിരിക്കുന്നുവെങ്കിലും സമൂഹത്തിന് അന്നുകാലത്ത് അടിച്ചമർത്തപ്പെട്ടവരുടെയും അന്നുകാലത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും മാർജിനലൈസ്ഡുള്ള അന്യവൽക്കരിക്കപ്പെട്ട ആളുകളുടെയൊക്കെ വിശ്വാസത്തിൻ്റെ കൂട്ടമായിട്ടാണ് സഭ നിന്നിട്ടുള്ളത്. വലിയൊരു മാറ്റത്തിന് ക്രിസ്തുവിൻ്റെ സന്ദേശം വഴി തെളിയിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഭവപൂർണമായിട്ടുള്ള ചരിത്രമാണ് സഭയുടെ ആദ്യകാല ചരിത്രം. ചില സമയങ്ങളിലൊക്കെ സഭയ്ക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. മധ്യകാല നൂറ്റാണ്ട് ഡാർക്ക് ഏജസ് ആണ് പറയുക, കറുത്ത യുഗമെന്നാണ് പറയുക. കാരണം അത് അവിടെ സഭ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത മറന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതും ഒരു ദുഃഖപൂർണമായിട്ടുള്ള സംഗതിയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അനുമോദിക്കുന്ന ഈ ദിവസത്തിൽ സഭയ്ക്ക് എന്ത് ചെയ്തു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത മറക്കാതെ പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനവും കൂടിയാണ് വിശുദ്ധ വേദപുസ്തകം സഭയായാലും സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് നൽകുന്നത്. ആ നൽകുന്ന ആ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ തക്കവണ്ണം ഇവർക്ക് 4 പേർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവം അവരെ വഴി നടത്തുമെന്നുള്ള ഉറച്ച പ്രത്യാശയിൽ സമൂഹത്തോടും സഭയോടുമുള്ള പ്രതിബദ്ധത, ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ കാത്തു സൂക്ഷിക്കുമെന്നുള്ള ആ വലിയ ദൗത്യത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുവാനായിട്ട്
4 പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അത് തൃശ്ശൂർ കോർപ്പറേഷനിലായാലും കോർപ്പറേഷൻ ചുറ്റുമുള്ള ഗ്രാമപഞ്ചായത്തുകളിലായാലും ഈ ദൗത്യം നിറവേറ്റുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിലയേറിയ സന്ദേശം നൽകിയ അച്ഛന് നന്ദി. ഉദ്ഘാടനത്തിനായി നമ്മുടെ സഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന, മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന, ധൈര്യമായി മുന്നേറുന്ന നമ്മുടെ അപ്രം തിരുമേനിയെ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. അതങ്ങനെ കുറച്ച് നീക്കാം. സ്റ്റാൻഡ് അടക്കം എടുക്കുക, എന്നിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് കൊടുക്കുക. സ്റ്റാൻഡ് വെക്കി കർത്താവിൽ പ്രിയരെ, നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ മീറ്റിംഗ് പോലെ ഉദ്ദേശിച്ചിട്ടാണ്. വലിയതല്ല. വലിയതാക്കണമോ എന്നൊക്കെ ആലോചനയുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്കധികം വലിയ വിജയം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. കോർപ്പറേഷനിൽ ഒരാൾ ജയിച്ചു എന്ന് അത് ഒരു സംഭവമല്ല. അത് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് ജയിക്കുകയും ജയം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാവുന്ന നേട്ടമില്ല. പക്ഷേ ഏതായാലും നമ്മൾ 4-5 പേര് കോർപ്പറേഷനിലുണ്ടാകണം എന്ന് ആഗ്രഹിച്ചു. നടന്നില്ല. ഒരാളെങ്കിലും ഉണ്ട്. പക്ഷേ നമുക്ക് മറ്റുള്ള പഞ്ചായത്തുകളിലായിട്ട് 3 പേരും കൂടെ കിട്ടിയപ്പോൾ അത് ആകെ ഈ 4 പേരെയും അനുമോദിക്കേണ്ടത് ഒരു ആവശ്യമായിട്ട് മെൻസ് അസോസിയേഷൻ കരുതുകയും അങ്ങനെ നമ്മളിവിടെ കൂടി വന്നിരിക്കുകയാണ്. ദീർഘമായ പ്രസംഗം പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും പറയുന്നത് ഒരേ വിഷയം തന്നെയാണ്. അധ്യക്ഷ പ്രസംഗമായാലും ഉദ്ഘാടന പ്രസംഗമായാലും അനുമോദന പ്രസംഗം ഇതിനു വേണ്ടിയുണ്ട്. പിന്നെ അവർക്ക് അവരുടെ മറുപടി പ്രസംഗങ്ങളുണ്ട്. അപ്പോൾ ആവശ്യത്തിലധികം ഈ വിഷയത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ഇന്നത്തെ ഈ ചെറിയ യോഗത്തിലുണ്ട്. ഞാൻ ചെറിയത് എന്ന് പറയുന്നത് വലിയ ആൾക്കൂട്ടം ഇല്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. ചെറിയത് ആക്കിയാൽ മതി എന്ന് ഞാൻ പറയാനുള്ള കാരണം അത്രയ്ക്ക് വലിയ നേട്ടമല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ 5 പേരെ കോർപ്പറേഷനിൽ കയറ്റണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ശരി, നമുക്കൊരു വലിയ ഒച്ച വെച്ച് വലിയൊരു മീറ്റിംഗ് ഇവിടെ നിന്ന് അറിയാവുന്ന വിധത്തിൽ ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മീറ്റിങ്ങിന് വലിയത് ആക്കിയില്ല എങ്കിലും ചെറിയതെങ്കിലും ഈ വിജയം അവർ അനുമോദനം അറിയിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നാം അവരെ വിളിച്ച് ഇവിടെ പ്രത്യേകിച്ച് യൂത്ത് അസോസിയേഷൻ എൻ്റെ മെൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആൻ്റണി ഒല്ലുകാരൻ പ്രത്യേകമായിട്ട് താല്പര്യം കാണിച്ചതുകൊണ്ടാണ് ഇന്ന് നാമൊക്കെ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ ഇവരെല്ലാവരെയും അനുമോദിക്കുകയാണ്. കാരണം അത്ര എളുപ്പമൊന്നുമല്ല ഇലക്ഷനിലൊക്കെ കടന്നുകൂടുക എന്നുള്ളത്. നല്ലപോലെ വർക്ക് ചെയ്യണം. പ്രത്യേകിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ രണ്ടാമത് അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ കഴിഞ്ഞ കാല പെർഫോമൻസ് എന്താണെന്ന് ജനം നോക്കും. അങ്ങനെ ആയാലേ കാര്യമുള്ളൂ. അല്ലെങ്കിലോ ഇവർക്ക് വോട്ട് കൊടുത്തിട്ട് എന്ത് കാര്യം, ഇവരൊന്നും കാര്യമില്ല എന്ന് ജനം വിധിക്കും. അപ്പോൾ അങ്ങനെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഇലക്ഷൻ എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ വ്യവസ്ഥിതിയിലും ഭരണഘടനാ സിസ്റ്റത്തിലും നമുക്ക് ഇലക്ഷൻ വേണം. ഇലക്ഷനിൽ കൂടെ ജനങ്ങളുടെ പിന്തുണ വേണം. അങ്ങനെയുള്ളവരാണ് നാട് ഭരിക്കുന്നത്. തന്നെ അവരെ
Merry Christmas, Merry Christmas, and Happy New Year. ഇവിടെ ഈ ഉദ്ഘാടന പ്രസംഗം ഒരു ദീർഘമായ പ്രസംഗമല്ല. അപ്പോൾ മീറ്റിംഗ് തന്നെ വളരെ ചുരുക്കമായിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് മിനിറ്റുകൾ തന്നിട്ടുണ്ട്. അല്ല, എൻ്റെ ഉദ്ഘാടനത്തിൽ പറയാൻ എനിക്ക് 10 മിനിറ്റ് അനുവദിച്ചിട്ടുണ്ട്. ആ 10 മിനിറ്റ് മുഴുവൻ ഞാൻ പറയുന്നില്ല. കാരണം പലരും പറയുന്ന വിഷയം ആവർത്തനമായിരിക്കും. ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തെറ്റും. ഇത് മാത്രമല്ല, മീറ്റിംഗ് ഇതിൽ ഉദ്ദേശിച്ചതിനേക്കാൾ നീണ്ടുപോയാൽ നിങ്ങൾ വീട്ടിലും പല പണിയുള്ള സമയമാണ്. ഞങ്ങൾ അവിടെ എത്തിച്ചേരേണ്ടതും അത്യാവശ്യമാണ്. നിങ്ങളെ കുറേ പ്രസംഗം പറഞ്ഞുകൂടെ ഇരുത്താനായിട്ട് യാതൊരു ന്യായീകരണവും ഞാൻ കാണുന്നില്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് സഭയുടെ സന്തോഷം, വലിയ സന്തോഷം പ്രതീക്ഷിച്ചു, ആ വലിയ സന്തോഷം അല്ലെങ്കിലും നമുക്ക് കിട്ടിയ ഈ സന്തോഷത്തിൽ നമുക്ക് 4 പേരെ നാം അനുമോദിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളോട് കൂടി വന്നിരിക്കുന്നു. ഇതിൻ്റെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ നേട്ടങ്ങളും നമ്മുടെ നേട്ടങ്ങളായി കാണാനും, അതുപോലെ അവരുടെ പരാജയങ്ങൾ വരാത്ത വിധത്തിൽ അവരെ നമ്മൾ പിന്തുണയ്ക്കാനും സഹകരിക്കാനും അവരുടെ കൂടുതൽ വിജയം ഉറപ്പിക്കുവാനും നമുക്ക് ഭാവിയിൽ ഇടവരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നുണ്ട്. മുനിസിപ്പൽ കൗൺസിലായിരുന്ന കാലത്ത് കുറേ കൊല്ലങ്ങൾ മുൻപ്, പ്രത്യേകിച്ച് മാർത്തോമാ ധർമ്മത്തിരുമേനി വന്ന കാലത്ത് അന്ന് 5 പേരെ ഇവിടുത്തെ തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ സഭയിൽ ആളുകളായിട്ടുണ്ടായിരുന്നു. 5 പേര്. അന്ന് പി പി ദേവസി ചെയർമാനായിരുന്ന പി പി ദേവസി വക്കീലെ രാജിവെക്കുകയാണ് ചെയ്തത്. ചെയർമാൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലമൊന്നുമുള്ള വലിയ സ്വാധീനമില്ലാത്തൊരു പണിയാണ്. അദ്ദേഹത്തിൻ്റെ വക്കീൽ പണി ആണെങ്കിൽ വളരെ നല്ല നിലയിലുള്ള ഒരു പ്രാക്ടീസുള്ള സമയമാണ് 1952. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ മുനിസിപ്പൽ ചെയർമാൻ പദവി രാജിവെച്ചു. എൻ്റെ വക്കീൽ പ്രാക്ടീസിലേക്ക് നീങ്ങുകയാണുണ്ടായത്. പിന്നീട് മുനിസിപ്പൽ ചെയർമാൻ നമുക്കുണ്ടായില്ല. ആദ്യമായിട്ട് നാശു വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു, 1933 അവിടെ. രണ്ടാമത് വന്നതാണ് പി പി ദേവസിയുടേത്. അത് ഇങ്ങനെ രാജിവെച്ച് പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ അന്ന് വൈസ് ചെയർമാനായിട്ട് മുനിസിപ്പാലിറ്റിയിലെ ചാക്കോള സി ടി കുര്യൻ, നമ്മൾ സി ടി ജോർജ് ഡോക്ടർ ക്യാപ്റ്റൻ അവിടെ അംഗമായിട്ട് വൈസ് ചെയർമാനായിട്ട്. പിന്നീട് വൈസ് ചെയർമാനായിട്ട് ചേട്ടാമായി വന്നില്ല. ഞാൻ പറഞ്ഞു വൈസ് ചെയർമാനായിട്ട് വന്നത് ജോസ്. അപ്പോൾ വളരെ ചുരുക്കമായ വർക്ക് നമ്മുടേതായിട്ട്, സാന്നിധ്യമേ നമ്മുടേതായിട്ടുള്ളൂ. കാരണം നമ്മുടെ സഭ അത്ര വലിയ സഭയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ സഭയുടെ വലിപ്പം അനുസരിച്ച് പെർസെൻറ്റേജ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്തിയിട്ടില്ല. എങ്കിലും നമുക്ക് ഇത് ചെറിയതെങ്കിലും ഈ വിജയത്തിൽ സന്തോഷിക്കുകയും അവരോടുകൂടെ ഞങ്ങൾ നിൽക്കുന്നുണ്ട് എന്ന് അവരെ ഒന്ന് ഓർപ്പിക്കുകയും ചെയ്യാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇനി അനുമോദന സന്ദേശം. ഇന്നത്തെ ഈ ഫംഗ്ഷൻ കേക്ക് മുറിച്ച് നമ്മുടെ അപ്പുറം തിരുമേനി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ
ഇങ്ങനെ പല അപ്രതിമേനയുടെ പരിപാടികളും പൊതുപരിപാടികളെല്ലാം കണ്ടിട്ടുണ്ട്. ഏറ്റവും ഷോർട്ടായിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അപ്രതിമേനി പ്രസംഗം അവസാനിപ്പിക്കുന്നത്. താങ്ക് യു അപ്രതിമേനി. അടുത്തായി അനുമോദന സന്ദർശനായിട്ട് അഭിമന്യ മാർ ഔഹ്യൻ എപ്പിസ്കോപ്പ് തിരുമേനിയെ ക്ഷണിക്കുന്നു. അഭിമന്യ അപ്പുറം തിരുമേനി, ബഹുമാനപ്പെട്ട ജോസ് വെങ്ങശ്ശേരി അച്ഛൻ, മറ്റ് സ്നേഹമുള്ള വൈദികരെ, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ CL ടെന്നി, മറ്റ് കേന്ദ്ര കൈക്കാരന്മാരെ, മുൻ ചെയർമാൻമാരെ, മെൻസ് യൂത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആൻ്റോണി ഒല്ലൂക്കാരൻ, മറ്റ് ഇന്ന് നാം അനുമോദനങ്ങൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട കൗൺസിലർ, എൻ്റെ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർ അംഗങ്ങളെ, സ്നേഹമുള്ള സംഘടനാ ഭാരവാഹികളെ, സഹോദരീ സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. തിരുമേനി പറഞ്ഞതുപോലെ ഒരു കാലത്ത് 5 പേര് ഉണ്ടായിരുന്ന നമ്മുടെ കോർപ്പറേഷനിൽ ഇന്ന് ഒരാളാണ് നമുക്കുള്ളത്. പക്ഷേ എങ്കിൽ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു നല്ലൊരു ചിന്ത അത് നൽകുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനി ഭാവിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നല്ല അതിലും കൂടുതൽ ആളുകൾ നമുക്കിവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ഏറ്റവും ആദ്യമേ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും ക്രിസ്തുമസ് ആഘോഷിക്കുന്നൊരു സമയമാണ്. ക്രിസ്തുമസിൻ്റെ സമയത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം ആലോചിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം ആലോചിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ അത് ലോകത്തിൻ്റെ വീണ്ടെടുപ്പായിരുന്നു. പാപവിമോചകനായിട്ട്, രക്ഷകനായിട്ട്, നായകനായിട്ട് ആണ് യേശു ക്രിസ്തു പിറന്നത്. അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ സന്തോഷം, സർവ്വലോകത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ് അവിടെ മാലാഖമാർ പറഞ്ഞത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു മഹാസന്തോഷം നാം പങ്കുവെക്കുമ്പോൾ നാം അതിൽ കാണേണ്ടത് യേശു ക്രിസ്തുവിന് ഒരു ദൗത്യമുണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനായിട്ടാണ് നമുക്കൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. നമ്മളൊക്കെ ക്ഷണിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിനെ പോലെ തന്നെ തൻ്റെ സുവിശേഷം ലോകം മുഴുവൻ വ്യാപരിപ്പിക്കുക, ലോകം മുഴുവൻ പ്രസംഗിക്കുക, യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം പൂർണ്ണമാക്കുക എന്നുള്ളൊരു ദൗത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതിനകത്ത് മതം ഒരു സൈഡിൽ, രാഷ്ട്രീയം മറ്റൊരു സൈഡിൽ. മതവും രാഷ്ട്രവും തമ്മിൽ ഒരു കാലത്ത് അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു, വെങ്ങശ്ശേരി അച്ഛൻ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മതം വേറെ, രാഷ്ട്രം വേറെ എന്നുള്ള രീതിയിലേക്ക് വന്നു. പക്ഷെ എങ്കിലും ബൈബിളിൽ ആദ്യം മുതൽ അവസാനം വരെ മതവും രാഷ്ട്രീയവും തമ്മിൽ ഇങ്ങനെ മാറി മാറി ഒരുമിച്ച് വരികയും വിഘടിച്ച് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനത്തിനെ സംബന്ധിച്ചിടത്തോളം അവ മതത്തിൽ അംഗങ്ങളാണ്, രാഷ്ട്രീയത്തിലും അംഗങ്ങളാണ്. പക്ഷേ പലപ്പോഴും മതത്തിൻ്റെ പേരിൽ ലോകം മുഴുവൻ നന്നാക്കാം എന്ന് വിചാരിച്ചാൽ നമുക്കത് നടക്കില്ല. പക്ഷേ രാഷ്ട്രീയക്കാരാണ് അതിൽ തീരുമാനങ്ങൾ എടുക്കുക. മതത്തിൻ്റെ തീരുമാനങ്ങൾ ഒരു മതത്തെ മാത്രം നമുക്ക് മതത്തെ മാത്രം എടുത്തുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മതനിരപേക്ഷമായിട്ട് എല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും കൂടി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരവസരമായിട്ടാണ് മാറുക. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മുടെ മെമ്പേഴ്സ് കയറി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു അഭിമാന പ്രശ്നമാണ്. നമുക്ക് അഭിമാനമുണ്ട്. അവർ ഈ പാർട്ടിയിൽ, ഏത് പാർട്ടിയിലായാലും ശരി, ഇന്ന പാർട്ടി എന്നില്ല, ഏത് പാർട്ടിയിലായാലും ശരി, അവർ ജയിച്ച് കയറി വരുന്ന സമയത്ത് അവർക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം അവർ ഏറ്റെടുത്ത് ഒരു വിജയം കൈവരിച്ച് അവർ അടുത്ത ഒരു നല്ല ഒരു പ്രവർത്തനമായിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കതൊരു ആത്മാഭിമാനം നൽകുന്ന ഒരു നിമിഷമാണ് ഇത്. അങ്ങനെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം
ആത്മാഭിമാനം ഉണ്ടാക്കി നമ്മുടെ സഭയ്ക്ക് ഒരു പേര് തന്നെ പുറത്ത് കൗൺസിലറായാലും പഞ്ചായത്തിലായാലും ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ 4 പേരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷവാർത്ത. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ അനുമോദിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ഇവിടെ കോർപ്പറേഷനിൽ 3 പ്രാവശ്യം കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. 3 പ്രാവശ്യം കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു നടത്തറ 21 ഡിവിഷനിൽ നിന്ന്. 3 പ്രാവശ്യം കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മർനർസൈ പള്ളി ഇടവകാംഗമാണ്. അതോടൊപ്പം തന്നെ മാറപ്രേം സൺഡേ സ്കൂളിൽ അധ്യാപികയാണ്. സഭാ കൗൺസിൽ അംഗമായിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ ദേശീയ വിമൻസ് യൂത്ത് അസോസിയേഷൻ്റെ ട്രഷററായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡൻ്റായിട്ട് ഇരുന്ന ഒരു വ്യക്തി, സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അതോടൊപ്പം നമ്മുടെ മീഡിയ കമ്മിറ്റിയുടെ PRO കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഇരുന്ന ഒരു വ്യക്തി, ബഹുമാനപ്പെട്ട നമ്മുടെ കാളത്തോട്ടുകാരൻ ഷെമ്മാശൻ്റെ മകളും കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്. ഇത് തൈക്കാടൻ ബാബുവാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താവ്. അങ്ങനെ ഇവർ സഭയുമായിട്ട് അഭേദ്യമായിട്ടുള്ളൊരു ബന്ധത്തിലും പ്രവർത്തനത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. രാഷ്ട്രീയ രംഗത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷമാണ്. സഭയ്ക്ക് നൽകിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഇലക്ഷനിൽ പ്രത്യേകിച്ച് അത്ര എളുപ്പം ആയിരുന്നില്ല ഇലക്ഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെയ്സ് അസോസിയേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ നമുക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. മെയ്സ് അസോസിയേഷൻ കെട്ടിവെക്കാൻ പൈസ കൊടുക്കുക, അതുപോലെ കൂടെ ഒരുമിച്ചൊരു പ്രസ്താവന ഇറക്കുക, അതുപോലെ മറ്റുള്ളവരെ, അതായത് പാർട്ടി ബേസ്ഡ് അല്ല, എല്ലാവർക്കും ഒരേപോലെ സഭ കാണുന്ന ഒരു രീതിയിൽ മുന്നിട്ട് നിന്ന സമയത്ത് മെയ്സ് അസോസിയേഷൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ അതിൻ്റെ കൂടെ അറിയിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും നമ്മുടെ ഷീബ ബാബു ചേച്ചിക്ക് ഈ സമയത്ത് നമ്മുടെ സഭയായിട്ടുള്ള എല്ലാ അനുമോദനങ്ങളും ഈ സമയത്ത് നമ്മൾ നേരുന്നു. ദൈവം തൻ്റെ പ്രവർത്തനത്തിൽ കൂടുതൽ ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ മറ്റൊരു വ്യക്തി ഈ രാഷ്ട്രീയ രംഗത്ത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 2ാം വട്ടം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. സാധാരണ നമുക്കറിയാം ഇലക്ഷനിൽ 2ാം വട്ടം 3ാം വട്ടമൊക്കെ വരിക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകളാണ് വരുന്നത്. പക്ഷെ അത് പലപ്പോഴും പ്രവർത്തനത്തിൻ്റെ മഹാത്മ്യം തന്നെയാണ് 2ാം വട്ടവും 3ാം വട്ടമൊക്കെ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നത്. അത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടിക്കാട് 3ാം വാർഡിൽ നിന്നാണ് 2ാം തവണ വിജയിക്കുന്നത്. പട്ടിക്കാട് സെൻറ് തോമസ് പള്ളി ഇടവക അംഗമാണ്. VBS സൺഡേ സ്കൂളിൽ അധ്യാപികയായിട്ട് നമ്മുടെ സഭയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു ഷെമ്മാശൻ്റെ അമ്മ കൂടിയാണ്. ഡീക്കൻ തിമത്തിയോസ് ജോയ് ഷെമ്മാശൻ്റെ അമ്മ കൂടിയാണ്. ഐക്യര പട്ടികക്കാരൻ ജോയ് ആണ് ഭർത്താവ്. ഇങ്ങനെ പട്ടിക്കാട് ഇടവകയിൽ നിന്ന് നമ്മുടെ സഭയെ പ്രതിനിധീകരിച്ച് തന്നെ ഒരു അംഗമായിട്ട് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 2ാം തവണ വിജയിച്ച് വന്നിരിക്കുന്ന ശ്രീമതി ആനി ജോയ് അവർക്ക് നമ്മുടെ എല്ലാ അനുമോദനങ്ങളും ഈ സമയത്ത് അറിയിക്കാൻ. മറ്റ് 2 പേരും പുതുമുഖങ്ങളാണ് ഈ രംഗത്ത്. അതിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സീനിയോറിറ്റി വയസ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജിനോ ആയിരിക്കും അതിൽ ആദ്യം വരിക. കാരണം ജിനോ മെയ്സിൽ അംഗമാണെന്നാണ് എനിക്ക് മനസ്സിലായത്, പുത്തൂര് നമ്മുടെ പള്ളിയിൽ. അതുകൊണ്ട് തന്നെ പുത്തൂര് ഗ്രാമപഞ്ചായത്തിൽ 7ാം കല്ലിൽ 4ാം വാർഡിൽ ഏറ്റവും ആദ്യത്തെ ഒരു വിജയമാണ് ഇവിടെ ജിനോ ചെറിയാൻ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ മുൻ കേന്ദ്ര ട്രസ്റ്റി ആയിരുന്ന തമ്പി ജ്യേഷ്ഠൻ്റെ മകനാണ് ജിനോ ചെറിയാൻ. അത് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പുത്തൂർ ഇടവകാണ്ഡമാണ്. മെൻസ് അസോസിയേഷൻ ഇപ്പോൾ ആക്റ്റീവ് മെമ്പറാണ്. സഭാ കൗൺസിലിൽ അംഗമായിരുന്നു.
വീട്ടുപേര് തേക്കും ചുവട്ടിൽ ചെറിയാൻ്റെ അല്ലെങ്കിൽ തമ്പിയുടെ മകനാണ്. അദ്ദേഹം വലതുപക്ഷമാണ്. ബാക്കി 3 പേരും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായിരുന്നുവെങ്കിൽ ഇദ്ദേഹം വലതുപക്ഷ സ്ഥാനാർത്ഥി കൂടെയാണ്. നമുക്ക് ഏത് സ്ഥാനാർത്ഥിയായാലും നമ്മുടെ സഭയിൽ അംഗങ്ങൾ ഏത് പാർട്ടിയിലായാലും ശരി ഉയർന്നു വരിക എന്ന് മാത്രമാണ് നമുക്ക് ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജിനോ ചെറിയാന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരുന്നതോടൊപ്പം തന്നെ അനുമോദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഇനി ഒരുപക്ഷെ ജൂനിയറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജൂനിയറായിട്ടുള്ളൊരു വ്യക്തി നടത്തറ ഗ്രാമപഞ്ചായത്തിൽ മൈനർ റോഡിൽ 17-ാം വാർഡിലാണ് കന്നി വിജയം നേടിയിരിക്കുന്നത്. മാർ പത്രോസ് ലീഗ പള്ളി ഇടവകാംഗമാണ്, പൂച്ചട്ടി. മാരപ്രേം സൺഡേ സ്കൂളിൽ അധ്യാപികയായി വർക്ക് ചെയ്തിട്ടുണ്ട്. കൊയർ അംഗമായിട്ട് നമ്മുടെ പള്ളിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ വുമൻസ് യൂത്ത് അസോസിയേഷൻ ട്രഷററായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ യൂത്ത് അസോസിയേഷൻ്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ഗിഫ്റ്റൻ. അങ്ങനെ ഗിഫ്റ്റൻ്റെ ഭാര്യ ആയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിൽ വുമൻസ് അസോസിയേഷനിലും അതുപോലെ തന്നെ സൺഡേ സ്കൂളിലും കൊയറിലുമൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിട്ട് ആണ് ശ്രീമതി ജിയ ഗിഫ്റ്റൻ നിൽക്കുന്നത്. ഈ സമയം നടത്തറ ഗ്രാമപഞ്ചായത്തിൽ 17-ാം വാർഡിൽ കന്നി വിജയം കൈവരിച്ച ജിയ ഗിഫ്റ്റിന് നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഇതിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി പരിചയം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരാനായിട്ട് നമ്മുടെ സഭയിൽ സൺഡേ സ്കൂൾ മുതൽ യൂത്ത് അസോസിയേഷനും മെയ്സ് അസോസിയേഷനും അതുപോലെ മുകളിലേക്ക് എല്ലാ അസോസിയേഷനുകളും അവർക്ക് ഒരു നേതൃത്വം കൊടുക്കുന്നുണ്ട്, ഈ സംഘടനകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് നാം കാണുകയാണ്. കാരണം ഇവരെല്ലാവരും ഈ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചും ക്രിസ്തു നിറഞ്ഞ ഒരു ക്രിസ്തുമസും അതുപോലെ ഞാൻ പറയാ കോവിഡ് ഇല്ലാത്ത ഒരു ന്യൂ ഇയറും പ്രത്യേക ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് നിങ്ങളുടെ മേൽ ദൈവം അനുഗ്രഹങ്ങളെ വർഷിക്കട്ടെ. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം ദാനമായിട്ട് നൽകട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി എപ്പോഴും കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എല്ലാ അനുമോദനങ്ങളും ഒരിക്കൽ കൂടെ 4 പേർക്കും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അഭിമന്യ തിരുമേനി. ഇപ്പോൾ കൗൺസിലർമാർക്ക് അപ്പുറം തിരുമേനി പൊന്നാട അണിയിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഉപകാരവും നൽകുന്നതായിരിക്കും. ആദ്യമായി കോർപ്പറേഷനിലേക്ക് ജയിച്ച നമ്മുടെ സ്ഥാനാർത്ഥി ഷീബ ബാബു അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തായി പട്ടിക്കാട് നിന്നും ജയിച്ച ആനി ജോയി അവർകളെ ക്ഷണിക്കുന്നു. അടുത്തായി പുത്തൂരിൽ നിന്ന് ജയിച്ച ജിനോ അവർകളെ ക്ഷണിക്കുന്നു. അടുത്തായി കന്നി വിജയം നേടിയ നടത്തറയിൽ നിന്നുള്ള ജിയ ഗിഫ്റ്റിനെ ക്ഷണിക്കുന്നു.
താങ്ക് യു അപ്രം തിരുമേനി. അടുത്തായി ആശംസാ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ എല്ലാമായ ചെയർമാൻ സി എൽ ടെന്നി അവരെ ക്ഷണിക്കുന്നു. അഭിമന്യ തിരുമേനിമാരെ, മെയ്സിൻ്റെ പ്രസിഡന്റ് ജോസച്ചൻ, ജനറൽ സെക്രട്ടറി ആൻ്റോഡി ഒല്ലുകാരൻ, അതിലുപരി ഇന്നിവിടെ ഈ അനുമോദനത്തിനായി കടന്നു വന്ന സഭയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് സഹകരിച്ച് പോകുന്ന നമ്മുടെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് ഈ സമയം എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. അതിനെ അതിജീവിച്ച് മുന്നേറുവാനായിട്ട് പിതാക്കന്മാരുടെ അനുഗ്രഹം ഈ സമയം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. പ്രത്യയ ശാസ്ത്രത്തിലും ദൈവ നീതിബോധത്തിലും പ്രവർത്തിക്കുവാനുള്ള ഒരു സന്മനസ്സാണ് എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യം. അതിന് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഈ 4 പേർക്കും അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. മെയ്സ് അസോസിയേഷനെ പറ്റി പറയുകയാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വിപുലമായ രീതിയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കാണിച്ച ആർജവം മനോഹാരിതകൾക്കല്ല, ആ തയ്യാറെടുപ്പുകൾക്ക് അല്ലെങ്കിൽ ആ ശ്രമത്തിനാണ് നമ്മൾ അനുമോദനം നൽകേണ്ടത്. അത് സഭയിലെ ഒരു മുതിർന്ന അംഗങ്ങളുടെ സംഘടന എന്ന നിലയിൽ വളരെ വൈവിധ്യത്തോടുകൂടി പല പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യുന്നതിനും വളരെ ഭംഗിയോടുകൂടി ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ സമയത്ത് സംഘടനയോടുള്ള എല്ലാവിധ സന്തോഷവും സഭയുടെ പേരിൽ അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും മുതിർന്ന ജ്യേഷ്ഠന്മാരുടെ സംഘടനയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വ ബോധം വേണ്ടത് എന്നും അതവർ കൃത്യമായി നിർവഹിക്കുന്നതിനുള്ള സന്തോഷവും അറിയിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒപ്പം തന്നെ ഇവിടെ കടന്നു വന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും മംഗളകരമായ ഒരു ക്രിസ്തുമസ് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ചെയർമാൻ. അടുത്തായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മറുപടി പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഷീബ ബാബു അവർകളെ ക്ഷണിക്കുന്നു. അഭിവന്യ മറപ്രേം തിരുമേനി, റോഗിൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പ, ജോസ് വെങ്ങാശ്ശേരി അച്ഛൻ, വന്യ വൈദികരെ, സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ശ്രീ ടെന്നി, മെയ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആൻ്റോഡി ഒല്ലുകാരൻ, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ആനി ജോയ്, ജിയ ഗിഫ്റ്റൻ, ജിനോ ചെറിയാൻ, സഭാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാ പ്രാവശ്യത്തെയും പോലെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഭയായിട്ടുള്ള അനുമോദനമാണ് എനിക്ക് ആദ്യം ലഭിക്കാറ്. സാധാരണ അത് വിമൻസ് യൂത്ത് അസോസിയേഷൻ അല്ലെങ്കിൽ യൂത്ത് അസോസിയേഷൻ അല്ലെങ്കിൽ ഇടവക എന്നിങ്ങനെയുള്ള അനുമോദനങ്ങൾക്കൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഇവിടെ മെൻസ് അസോസിയേഷൻ്റെ ആദ്യത്തെ അനുമോദനമാണ് എനിക്ക് സഭയായിട്ട് ലഭിച്ചത്. അതിൽ ഞാനിതിലെ മെയ്സ് അസോസിയേഷൻ അംഗങ്ങളോട് ആദ്യം നന്ദി പറയുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ഞാനിപ്പോൾ 20ാമത്തെ വർഷമാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നമ്മുടെ സഭയിലെ മെൻസ് അസോസിയേഷൻ കടന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും സന്തോഷം തരുന്ന വസ്തുത. നമ്മൾ വളരെ വൈകിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ വരുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സഭയായിട്ട് അതിലിടപെടലിൻ്റെ ഒരു കുറവ് നമുക്ക് മുൻകാലങ്ങളിലൊക്കെ നേരിട്ടിരുന്നു. പക്ഷേ അതിനൊരു
ഒരു നിദാനം എന്ന രീതിയിൽ ഈ വർഷം തൊട്ട് മെൻസ് അസോസിയേഷൻ അതിൽ മുന്നോട്ട് വന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ അവിടെ കെട്ടിവെക്കാനുള്ള പൈസ നമുക്ക് ആദ്യമായിട്ട് തന്നിട്ടുള്ളത് മെൻസ് അസോസിയേഷനാണ്. അതിനുള്ള പ്രത്യേകം നന്ദി പറയുന്നു. ചെറിയൊരു ധനസഹായം നമുക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിന് തുടക്കം കുറിച്ച മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ജോയേട്ടനാണ് അതിനൊരു തുടക്കം കുറിച്ചത്. നമ്മളൊക്കെ എല്ലായ്പ്പോഴും പറയും, ഏകദേശം ഒരു 75% വളരെ താത്വികമാരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയും ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലയെന്ന്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് സത്യം പറഞ്ഞ പുച്ഛാണ്. കാരണം ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമുക്ക്. അതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ട് മതം അതിൽ അല്ലെങ്കിൽ സഭ അതിൽ കൂടുതൽ രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്നല്ല. ഇവിടെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഭാംഗങ്ങളായിട്ടുള്ളവർ മത്സരത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം നോക്കാതെ പിന്തുണയ്ക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ചുമതല നമുക്കുണ്ട് എന്നുള്ളൊരു ബോധം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യമാണ് അത്തരത്തിലുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ പ്രതിനിധികളായിട്ട് നമ്മൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ വന്നാൽ നമ്മുടെ സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ വേറെ തർക്കമൊന്നുമില്ല. സാധാരണ രീതിയിൽ സുറായിക്കാരെ കുറിച്ചിട്ട് പറയും, അവരുടെ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ള ഒരു വികാരം അവർ എല്ലായ്പ്പോഴും മറ്റ് സഭകളുടെ പോലെയല്ല. സുറായിക്കാർ അവരുടെ ആരെങ്കിലും നിന്ന് അവരെ പിന്തുണയ്ക്കുന്നതാണ് പറയുക. അതൊരു അഭിമാനമാണ് നമുക്കത് കേൾക്കുമ്പോൾ. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളൊക്കെ ആവുമ്പോൾ നമ്മളൊരു യൂണിറ്റി നമ്മളത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ആദ്യം ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ദൈവം തമ്പുരാൻ എനിക്ക് 3ാമത്തെ അവസരമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതും ജനറൽ സീറ്റിൽ നിന്നിട്ടാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത്. മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള കടുത്ത മത്സരത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതിലേക്ക് എനിക്ക് നമ്മുടെ സഭാംഗങ്ങളുടെയും എല്ലാ നല്ല സുഹൃത്തുക്കളുടെയും നല്ല പിന്തുണയും എനിക്ക് പ്രാർത്ഥനയും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ 5 വർഷക്കാലം പൂർത്തിയാക്കാനായിട്ട് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഉപദേശങ്ങളും ഒപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷിബേച്ചി. ആനി ജോയ്. അഭിവന്ദ്യ തിരുമേനിയായ അപ്രം തിരുമേനി, അതുപോലെ തന്നെ ഓഗിൻ തിരുമേനി, അതുപോലെ ട്രസ്റ്റി അംഗം, അതുപോലെ മെൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, അത് വേങ്ങാശ്ശേരി അച്ഛൻ, അതുപോലെ നല്ലവരായ എൻ്റെ സ്നേഹമുള്ള വൈദികരെ, സഭാവിശ്വാസികളെ, എനിക്കിത് 2ാമത്തെ ഊഴാണ് മത്സരരംഗത്ത് വന്നത്. ആദ്യത്തേത് കഴിഞ്ഞു. ആദ്യത്തെ കഴിഞ്ഞതിൻ്റെ പിന്നാലെ കുടുംബശ്രീയുടെ ചെയർപേഴ്സണായിട്ട് ഒരു ഗ്യാപ്പില്ലാതെയാണ് ചെയർപേഴ്സണായി. അതിൻ്റെ പിന്നാലെ തന്നെ വീണ്ടും ഒരു മത്സരം കൂടി നേരിടേണ്ടി എന്ന് പറഞ്ഞ മാതിരി, നമ്മുടെ കൗൺസിലർ പറഞ്ഞ മാതിരി നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ മത്സരം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടാൽ നമ്മൾ പറയും ഇപ്രാവശ്യം നോക്കേണ്ട ആ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുമെന്നാണ്. ഇപ്രാവശ്യം എല്ലാ ജില്ലാ മത്സരമായിക്കോട്ടെ, ബ്ലോക്ക് മത്സരമായിക്കോട്ടെ, അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ മത്സരമായിക്കോട്ടെ, ഒക്കെ നല്ല കടുത്ത ഒരു മത്സരം തന്നെ. അതുപോലെ ആർക്കാർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ ആര് കയറി വരും എന്നുള്ളതിൻ്റെ ഒരു ഭയപ്പാട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് അവിടെ ഭൂരിപക്ഷം നേടി നമുക്ക് തന്നെ കയറി വരാൻ സാധിച്ചു. അതിന് ഞാൻ ആദ്യമായിട്ട് ദൈവത്തിനോടും അതുപോലെ തന്നെ എൻ്റെ ഇടവക അംഗങ്ങളോടുമാണ് ഞാൻ നന്ദി അതറിയിക്കുന്നത്. കാരണം അവർ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പറഞ്ഞു, നമ്മുടെ സഭയിലൊരു വ്യക്തി നിൽക്കുമ്പോൾ ശരിയാണ്, ഒരു സുറായിക്കാരാണ് നിൽക്കുന്നത് എങ്കിൽ ഒരു പ്രത്യേക ഒരു കൂട്ടം നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി തന്നെയാണ്. നമുക്ക് കൂടുതൽ നമ്മുടെ വാർഡിലാണെങ്കിലും ആർസിക്കാരാണ് കൂടുതൽ. എങ്കിൽ കൂടി നമ്മൾക്ക് കൂടുതൽ നമ്മുടെ അംഗങ്ങൾ തന്നെ അവരുടെ അടുത്ത് പോയി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞും വളരെ ഒരു സഹായമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയും 5 വർഷം നല്ല രീതിയിൽ പോകാൻ പറ്റിയത് കൊണ്ടാണ് ഈ പ്രാവശ്യം എനിക്കത് കയറി വരാൻ പറ്റിയത്. അത് ജനങ്ങൾ തന്നെ പറഞ്ഞു, ആ ഒരു
ഇത് കണ്ടിട്ടാണ് ആനി ഞങ്ങൾ കയറ്റിയിരുത്തി ഓർക്കണത്. ഞങ്ങൾക്ക് അതുപോലെ തന്നെ തുടർന്നും ഞങ്ങളോട് ആ ഒരു സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു. അതെനിക്കൊരു വളരെ ഒരു സന്തോഷമായി. എന്നെ സ്നേഹിക്കുന്ന നാട്ടുകാരെ, അതുപോലെ അത് ജാതി മതഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ സഹായിച്ചു. അതുപോലെ തന്നെ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞ മാതിരി നമ്മുടെ കൗൺസിലർ പറഞ്ഞു, നമുക്ക് ധനസഹായം തന്ന നമ്മുടെ ട്രസ്റ്റി ഭാരവാഹികളോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ സ്വീകരണം ശരിക്ക് നമ്മുടെ മെൻസ് അസോസിയേഷൻ്റെ സ്വീകരണം ഇന്ന് കിട്ടി. തൊട്ട് മുന്നേ നമ്മുടെ കുടുംബശ്രീ തലത്തിൽ അത് രാജിവെച്ചതിൻ്റെ പിന്നാലെ തന്നെ ഓരോ അയൽക്കൂട്ടങ്ങളും ഓരോ വാർഡുകാരും സ്വീകരണം തന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു സ്നേഹം വളരെ നല്ലൊരു എന്താ പറഞ്ഞാൽ ഒരു കെട്ടുറപ്പ് നമ്മുടെ കുടുംബശ്രീയിലായാലും അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു കുടുംബാംഗം മാതിരിയാണ് എല്ലാവരും. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലൊരു അംഗം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിച്ചത് കുടുംബശ്രീ അംഗങ്ങളാണ്. ആനീച്ചി നിന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് എന്തായാലും ഒരു 3 കൊല്ലം വളരെ ഭംഗിയായിട്ട് സഹായമൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് വിഷമമുണ്ട്, കാരണം വീണ്ടും ആനീച്ചി കുടുംബശ്രീയിൽ നിൽക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നെങ്കിലും ഇവിടെ തന്നെ ഉണ്ടല്ലോ ഈ പഞ്ചായത്തിനോടനുബന്ധിച്ചുള്ള വാർഡിലായതുകൊണ്ട് വളരെ സന്തോഷം. ഞങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ടല്ലോ, വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഹെൽപ്പും കൂടി കിട്ടി. എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്ര പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അനുഭവിച്ചറിയാണ്. ആദ്യത്തെ ട്രിപ്പൊന്നും എനിക്ക് ഇങ്ങനൊരു ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട് നമ്മളെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വളരെയധികം പല ഭാഗങ്ങളിൽ നിന്നും പഞ്ചായത്തിൻ്റെ ആയാലും നമ്മുടെ വാർഡ് ബേസ് മാത്രമല്ല പഞ്ചായത്തിൽ നിന്ന് പല ഭാഗത്തുനിന്നും ആ ഒരു സന്തോഷം അറിയിക്കും. വളരെയധികം എന്താ പറയുക, ദൈവത്തിനോട് എത്ര സ്തുതിച്ചാലും മതി വരില്ല. കാരണം നമ്മൾ ലാസ്റ്റ് നിമിഷത്തിൽ തോൽക്കുള്ളൂ, അതുമാതിരിയാണ് അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു. അതിൽ കൂടി കണ്ടമാനം ആൾക്കാർ അവർക്ക് തുണയുണ്ടായിരുന്നപ്പോഴും നമ്മൾക്ക് ജീവനുള്ള ദൈവം നമ്മുടെ ഒപ്പമുള്ളിടത്തോളം കാലം ഒരു കാലത്തും പേടിക്കണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ വചന നിമിത്തം മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തി തരികയാണ്. ഒപ്പം നിന്ന് വളരെയധികം സന്തോഷം. എന്തായാലും ഈ ഒരു സ്വീകരണം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിവാക്കൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അനേച്ചി. അടുത്തായി ജിനോ ചെറിയാനെ വിളിക്കുന്നു. അഭിവന്ദ്യ അപ്രന്തിരിമേനി, ബഹുമാനപ്പെട്ട അഭിവന്ദ്യ അപ്രന്തിരിമേനി, അതുപോലെ തന്നെ നമ്മുടെ ഓഗിൻ കുരിയക്കുസ്തിരിമേനി, അഭിവന്ദ്യ ഓഗിൻ കുരിയക്കുസ്തിരിമേനി, അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റി ചെയർമാൻ ഡെന്നി, അതുപോലെ തന്നെ വേങ്ങാശ്ശേരി അച്ഛൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, അതുപോലെ തന്നെ മുൻ ട്രസ്റ്റി ചെയർമാന്മാർ, അതുപോലെ തന്നെ മെൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയായ നമ്മുടെ ആൻഡ്രോ ചേട്ടൻ, അതുപോലെ തന്നെ തിംത്യേട്ടൻ, അങ്ങനെ മുൻ ട്രസ്റ്റിമാർ, അതുപോലെ തന്നെ എൻ്റെ കൂടെ ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷനിലൊക്കെ മത്സരിച്ച ജനപ്രതിനിധികൾ. ഈ ഇലക്ഷനെ സംബന്ധിച്ചോളം എല്ലാവരും വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. വളരെ ത്രികോണ മത്സരമായിരുന്നു ഞങ്ങൾക്കൊക്കെ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ശക്തിയായ മത്സരവും വളരെ വിമത ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു ഇലക്ഷനിലൊക്കെ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങളൊക്കെ 1600 ചില്ലാനം വോട്ടർമാരിൽ നിന്നാണ് ഞങ്ങളൊക്കെ തിരഞ്ഞെടുത്തിരുന്നത്. അതിൽ വളരെ ശക്തമായ ത്രികോണ മത്സരം, ജാതി തിരിച്ചും സമുദായം തിരിച്ചൊക്കെയാണ് വോട്ടും ക്യാൻവാസിങ്ങും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. വളരെ ശക്തിയായിട്ട് വളരെ ജാതിയും മതമൊക്കെ കലർന്ന ചർച്ചകളും ഒക്കെയാണ് ഇതിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചോളം നമ്മുടെ പുത്തൂർ പള്ളിയിൽ നിന്ന് 13 വീട്ടുകാരാണ് ഞാൻ മത്സരിച്ച വാർഡിൽ ഉണ്ടായിരുന്നത്. 13 വീട്ടുകാർ, അതിൽ 2 വീട്ടുകാർക്ക് അവിടെ വോട്ടവകാശം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ രക്ഷിച്ചത്, എന്നെ സഹായിച്ചതൊക്കെ അവിടെ നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ, കത്തോലിക്ക സഭയിൽ നിന്ന് ഒരു 4-5 യൂണിറ്റ് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളൊക്കെ എന്നെ നന്നായിട്ട് സഹായിച്ചു. അങ്ങനെ എല്ലാ ജനങ്ങളും നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. വളരെ ശക്തിയായ മത്സരം. പിന്നെ ഞാനെന്ന ചെറുപ്പകാലം തൊട്ട് ഒരു 13 വയസ്സ് തൊട്ട് സംഘടനാ പ്രവർത്തനത്തിലുണ്ട്. വിദ്യാർത്ഥി യൂണിയനിലൂടെ തന്നെയാണ് ഞാൻ കയറി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ നിന്ന് എൻ്റെ ഫാദറും അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇവിടെ ചെയർമാനായിരുന്നെങ്കിലും ആൾ അത്യാവശ്യം നാട്ടിൽ സാമൂഹിക പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. ഈ മത്സര രംഗത്ത്
ഞാൻ ആദ്യമായിട്ടാണ് കന്യാംഗമാണ് ഞാൻ. 238 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ അവിടെ നിന്ന് കയറി വന്നത്. വലിയൊരു നേതാവിൻ്റെ കീഴിൽ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് തന്നെയാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുള്ളത്. ആ നേതാവിൻ്റെ ഒക്കെ അഭാവത്തിലാണ് ഞാൻ മത്സരിച്ചത്. അദ്ദേഹം മരിച്ചു, ഒരു 6 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. അവിടെ നിന്നാണ് ആ പ്രചോദനവും നല്ല മാതൃക പുലർത്തുന്ന ഒരു നേതാവിൻ്റെ കീഴിലാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുള്ളത്. അതിന് ഈ വിജയത്തിന് നോമിനേഷൻ തൊട്ട് അവിടുന്ന് തൊട്ട് എല്ലാ പ്രവർത്തന മേഖലകളിലും സഹായിച്ച ആദ്യം തന്നെ നമ്മുടെ ദൈവം തമ്പുരാനോട് നന്ദി പറയുന്നു. അതുപോലെ ഇതുപോലെ ആദ്യത്തെ സ്വീകരണം എനിക്ക് ഇവിടുന്ന് മെൻസിൻ്റെ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ പുത്തൂർ പള്ളിയിൽ നിന്ന് മെൻസിൻ്റെയും ഇവിടെ സെൻട്രൽ മെൻസിൻ്റെയൊക്കെ നല്ലൊരു സ്വീകരണം എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടി. ഇവിടെ എനിക്ക് രണ്ടാമത്തെ സ്വീകരണമാണ് ഇവിടെ മെൻസിൻ്റെ കിട്ടുന്നത്. അപ്പോൾ എല്ലാ സ്വീകരണത്തിനും വിജയത്തിനും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ഇടവക മെമ്പേഴ്സും എനിക്ക് വേണ്ടി നല്ല സപ്പോർട്ട് അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഇടവക അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തിരുമേനി ഇടയ്ക്ക് വന്നിരുന്നു മത്സരരംഗത്ത്. തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളെന്ന് പറഞ്ഞ് ഓഗിൻ തിരുമേനി അടുത്ത് വന്നിരുന്നു. ഓഗിൻ തിരുമേനി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവിധ സഹായങ്ങളും എല്ലായിടത്തും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവത്തിനോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാം സഹായിച്ച എല്ലാ മെമ്പർമാർക്കും നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി ജിനോ. അടുത്തായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സോറി അടുത്തായി നടത്തറ പഞ്ചായത്തിൽ നിന്ന് ജയിച്ച ജിയ ഗിഫ്റ്റിനെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അഭിനന്ദമാർ അപ്രയം തിരുമേനി, ഓഗിൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പ, പിന്നെ ജോസ് വേങ്ങാശ്ശേരി അച്ഛൻ, ട്രസ്റ്റി ചെയർമാൻ ടെന്നിയേട്ടൻ, മെൻസ് അസോസിയേഷൻ സെക്രട്ടറി ആൻഡോ ചേട്ടൻ, പിന്നെ എൻ്റെ കൂടെ നിന്ന് മത്സരിച്ച ജനപ്രതിനിധികൾ, നമ്മുടെ ഇടവക വികാരിമാർ, സഭാവിശ്വാസികൾ, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ളത് ആൻഡോ ചേട്ടൻ്റെ അടുത്താണ്. ആൻഡോ ചേട്ടൻ എന്നുള്ള ഒരു വ്യക്തിനെ ഞാൻ ആദ്യമായിട്ട് അറിയാം. ആൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ മെൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആണെന്ന് അറിയാം. എന്നാൽ തന്നെയും ഞങ്ങളുടെ അടുത്താണ് ആളുടെ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാണ്, കുട്ടിയുടെ കൂടെ ഞാൻ പ്രചരണത്തിനൊക്കെ വരാമെന്ന്. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു അത്ഭുതമായിരുന്നു. എനിക്ക് അധികം അറിയില്ലാത്തൊരു വ്യക്തി, അറിയാം എന്നാൽ തന്നെയും അധികം പരിചയമില്ലാത്തൊരു വ്യക്തി എൻ്റെ കൂടെ ഉച്ച നേരത്താണ്, നല്ല വെയിലുമാണ്, ആ നേരത്തെ എൻ്റെ കൂടെ വരികയാണ് പ്രചരണത്തിന്. എൻ്റെ കൂടെ 2 ദിവസം എൻ്റെ കൂടെ വന്നു. എല്ലാ രീതിക്കും എൻ്റെ ആളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഹെൽപ്പ് എനിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂച്ചേട്ടി ഇടവകയിലത്തെ ഒരു 20-21 വീടുകൾ ഞങ്ങളുടെ വാർഡിലുണ്ട്. അവരെല്ലാവരും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിന് നിൽക്കുന്നത്. അതിന് നല്ല രീതിക്ക് തന്നെ വിജയിക്കാൻ സാധിച്ചു. അതിന് ദൈവത്തിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി. പിന്നെ കൂടെ നിന്ന് പ്രവർത്തിക്കാനും എല്ലാത്തിനും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു സ്വീകരണവും ഇങ്ങനെ ഒരു അനുമോദനവും തന്ന് ചെയ്തിട്ടുള്ള മെൻസ് അസോസിയേഷനോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു ജിയ. മറുപടി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ബേബി പി ആൻ്റണി, ദേശീയ വൈസ് പ്രസിഡന്റ്, ക്ഷണിക്കുന്നു. അഭിമന്യ അപ്രയം തിരുമേനി, അഭിമന്യ ഓഗ്യൻ തിരുമേനി, മെയ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വേങ്ങാശ്ശേരിച്ചൻ, ചെയർമാൻ സെക്രട്ടറി ആൻഡോ ഡി ഒല്ലുക്കാരൻ, ഇന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയ തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലർ ഷീബേച്ചി, മറ്റ് പാണഞ്ചേരി പഞ്ചായത്ത്, നടത്തറ പഞ്ചായത്ത്, പുത്തൂർ പഞ്ചായത്ത് അംഗങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, മുൻ ചെയർമാന്മാരെ, മറ്റ് യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി, മറ്റ് അംഗങ്ങളെ, നമുക്കറിയാം എണ്ണത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലറുടെ എണ്ണം കുറഞ്ഞു. അതേസമയം പഞ്ചായത്തുകളിൽ നമുക്ക് കൂടുതൽ മെമ്പർമാരെ കിട്ടി. നമ്മുടെ ഓരോ പള്ളികളുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷനിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ എല്ലാവർക്കും അറിയാം. ഓരോ ഫയൽ നീങ്ങുന്ന ഓരോ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് ഒരു കൗൺസിലർ ഒപ്പം ഉണ്ടെങ്കിൽ ആ ഫയൽ 6 മാസം സ്പീഡ് ഒരു ഫയലിനുണ്ടാവും. ഇത് തന്നെയാണ് നമ്മുടെ പട്ടിക്കാടായാലും കൊള്ളാം, അല്ലെങ്കിൽ പുത്തൂരായാലും കൊള്ളാം, അല്ലെങ്കിൽ നടത്തരയായാലും കൊള്ളാം. നമുക്കൊക്കെ അവിടെ പള്ളി ആയി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പുത്തൂരായിരിക്കാം. പുത്തൂരിൻ്റെ
വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാവിയിൽ നമ്മുടെ സഭയും ചെയ്യേണ്ടി വരും. അപ്പോൾ പുത്തൂര് പഞ്ചായത്തിലും നമ്മുടെ മെമ്പർക്ക് നമ്മുടെ ഫയലുകളുടെ ഇപ്പോൾ പ്രൊജക്റ്റ് എന്താണെന്നൊന്നും പറയുന്നില്ല, എന്നിരുന്നാൽ കൂടി ആ വരാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫയലുകളൊക്കെ നീക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി സഭ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കൂടി ഒന്നുകൂടി നേരത്തെ പറഞ്ഞെന്ന് മാത്രം. അതുപോലെ നമുക്ക് കോർപ്പറേഷനിൽ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ചെയർപേഴ്സണായിട്ട് ഇത്തവണ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ആ പ്രതീക്ഷയും കൂടി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി കഴിയാവുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമെന്ന് എല്ലാ മെമ്പർമാരും കൗൺസിലറും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന അഭിവന്യ മാർ അപ്രം തിരുമേനിയോട് മെൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന അപ്രം തിരുമേനിക്കുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ഓക്കിൻ തിരുമേനിക്കുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച മെയ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് വേങ്ങാശ്ശേരി അച്ഛനോടുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ശ്രീ ടെന്നി CL നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ തിരക്കുള്ള വേളയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അനുമോദനം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി ഷീവ ചേച്ചിയോടും പഞ്ചായത്തിലെ 3 അംഗങ്ങളോടും നമുക്കുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത, നമുക്കറിയാം തിരക്കുള്ള ഈ സമയത്ത് പങ്കെടുത്ത എല്ലാ വൈദികരോടും മെൻസ് അസോസിയേഷന് ഉള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു ബേബി ചേട്ടാ. അടുത്തായി എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആശീർവാദത്തിന് വേണ്ടിയിട്ട് അപ്പുറം തിരുമേനി ക്ഷണിക്കുന്നു. ബാരിഖ്മാർ പുക്തൻഹോൻ ഭർത്താവായ ശമിഷയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം എല്ലാവരോടുകൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ